ഹരേ കൃഷ്ണ. ഭഗവത്ഗീതയുടെ 15-ാം ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ പ്രകൃതിയുടെ 3 ഗുണങ്ങളെക്കുറിച്ചും അവ മനുഷ്യനെ എങ്ങനെയൊക്കെയാണ് ബന്ധിപ്പിക്കുന്നതെന്നും കേട്ടു. ഇന്ന് ഭഗവാൻ കൃഷ്ണൻ ഉപദേശിക്കുന്നത് ഗീതയിലെ ഏറ്റവും പവിത്രവും പ്രസിദ്ധവുമായ അധ്യായമാണ്. പല വീടുകളിലും ഭക്ഷണത്തിന് മുൻപും പ്രാർത്ഥന വേളകളിലും ജപിക്കാറുള്ള അധ്യായമാണിത്. ഇതാണ് 15-ാം അധ്യായമായ പുരുഷോത്തമയോഗം. 15-ാം ദിവസം അശ്വത്ഥവൃക്ഷവും പുരുഷോത്തമ രഹസ്യവും. ഭഗവാൻ കൃഷ്ണൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒരു വലിയ അശ്വത്ഥവൃക്ഷത്തോട് പേരാൽ അല്ലെങ്കിൽ അരയാൽ ഉപമിച്ചുകൊണ്ടാണ് കഥ തുടങ്ങുന്നത്. എന്നാൽ ഇതൊരു സാധാരണ മരമല്ല, തലകീഴായി വളരുന്ന ഒരു അത്ഭുത മരമാണ്. ഭഗവാൻ പറഞ്ഞു, അർജുന, മുകളിലേക്ക് വേരുകളും താഴേക്ക് ശാഖകളുമുള്ള നാശമില്ലാത്ത ഒരു അശ്വത്ഥവൃക്ഷമാണ് ഈ സംസാര പ്രപഞ്ചം. വേദങ്ങളിലെ ശ്ലോകങ്ങളാണ് ഇതിന്റെ ഇലകൾ. ഈ മരത്തെക്കുറിച്ച് കൃത്യമായി അറിയുന്നവനാണ് യഥാർത്ഥ വേദജ്ഞാനി. ഭഗവാൻ വിശദീകരിച്ചു, പ്രകൃതിയുടെ 3 ഗുണങ്ങളാൽ സത്വം, രജസ്, തമസ് വളരുന്നതാണ് ഇതിന്റെ ശാഖകൾ. ഇന്ദ്രിയ വിഷയങ്ങളാണ് ഇതിന്റെ മുളകൾ. മനുഷ്യനെ കർമ്മങ്ങളിലേക്ക് നയിക്കുന്ന ഇതിന്റെ വേരുകൾ താഴെ മനുഷ്യലോകത്തിലും പടർന്നു കിടക്കുന്നു. ഈ ലോകത്തിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യർക്ക് ഈ മരത്തിന്റെ യഥാർത്ഥ രൂപമോ ഇതിന്റെ തുടക്കമോ ഒടുക്കമോ കണ്ടെത്താൻ കഴിയില്ല. കൃഷ്ണൻ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു തന്നു. അർജുന, വളരെ ആഴത്തിൽ പടർന്നു കിടക്കുന്ന ഈ പ്രപഞ്ച വൃക്ഷത്തെ അസംഗം, വൈരാഗ്യം അല്ലെങ്കിൽ ഒട്ടലില്ലായ്മ എന്ന മൂർച്ചയുള്ള വാളുകൊണ്ട് വെട്ടിമുറിക്കണം. അതിനുശേഷം എവിടെ പോയാലാണോ മനുഷ്യന് വീണ്ടും ഈ ലോകത്തിലേക്ക് മടങ്ങി വരേണ്ടി വരാത്തത്, ആ പരമപദത്തെ വേണം അന്വേഷിച്ചു കണ്ടുപിടിക്കാൻ. ഭഗവാന്റെ പരമമായ ധാമം. ആ പരമപദം എങ്ങനെയുള്ളതാണെന്ന് ഭഗവാൻ വിവരിച്ചു. ന തദ്ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവകഃ. അർജുന, എന്റെ ആ പരമമായ ധാമത്തെ, ലോകത്തെ പ്രകാശിപ്പിക്കാൻ സൂര്യനോ ചന്ദ്രനോ അഗ്നിയോ ആവശ്യമില്ല. അവിടെ എത്തിച്ചേരുന്നവർക്ക് പിന്നീട് ഈ ദുഃഖം നിറഞ്ഞ ഭൗതിക ലോകത്തിലേക്ക് മടങ്ങി വരേണ്ടി വരികയില്ല. അത് എന്റെ പരമമായ വസതിയാണ്, ജീവാത്മാവും പ്രകൃതിയും. ഭഗവാൻ തുടർന്നു, ഈ ലോകത്തിലെ ഓരോ ജീവനിലും ഇരിക്കുന്നത് എന്റെ തന്നെ ശാശ്വതമായ അംശമാണ് ജീവാത്മാവ്. ഒരു മനുഷ്യൻ മരിച്ച് ശരീരം വിട്ടുപോകുമ്പോൾ കാറ്റ് പൂക്കളിൽ നിന്ന് സുഗന്ധത്തെയും കൊണ്ട് പോകുന്നത് പോലെ ഈ ജീവാത്മാവ് ശരീരത്തിലെ മനസ്സും 5 ഇന്ദ്രിയങ്ങളും ഒപ്പം കൂട്ടിയാണ് അടുത്ത ശരീരത്തിലേക്ക് പോകുന്നത്. ഞാൻ തന്നെയാണ് മനുഷ്യരുടെ ഉള്ളിലിരുന്ന് വൈശ്വാനരൻ എന്ന അഗ്നിയായി അവർ കഴിക്കുന്ന 4 തരം ഭക്ഷണങ്ങളെയും ദഹിപ്പിക്കുന്നത്. എല്ലാവരുടെയും ഹൃദയത്തിൽ ഞാൻ തന്നെയാണ് കുടികൊള്ളുന്നത്. എന്നിൽ നിന്നാണ് മനുഷ്യന് ഓർമ്മയും ജ്ഞാനവും അത് നഷ്ടപ്പെടലും ഉണ്ടാകുന്നത്. ആരാണ് പുരുഷോത്തമൻ? ഭഗവാൻ പ്രപഞ്ചത്തിലെ ശക്തികളെ 3ആയി തിരിച്ചു തന്നു. 1. ക്ഷരപുരുഷൻ, മാറിക്കൊണ്ടിരിക്കുന്ന നശിക്കുന്ന എല്ലാ ഭൗതിക ശരീരങ്ങളും. 2. അക്ഷരപുരുഷൻ, ഒരിക്കലും നശിക്കാത്ത ശരീരങ്ങൾക്കുള്ളിലിരിക്കുന്ന ആത്മാവ്. 3. പുരുഷോത്തമൻ, ഇതിനെല്ലാം അപ്പുറത്തുള്ള ഈ 3 ലോകങ്ങളെയും ഭരിക്കുന്ന പരമാത്മാവ് ഭഗവാൻ. കൃഷ്ണൻ ഉപസംഹരിച്ചു, അർജുന, യാതൊരു സംശയവുമില്ലാതെ എന്നെ ഇപ്രകാരം പുരുഷോത്തമനായി, ഏറ്റവും ഉത്തമനായ പുരുഷനായി അറിയുന്നവൻ എല്ലാം അറിഞ്ഞവനാണ്. അവൻ സർവാത്മന എന്ന് തന്നെ ആരാധിക്കുന്നു. ഹേ പാപമില്ലാത്തവനെ, ഏറ്റവും രഹസ്യമായ ഈ ശാസ്ത്രം ഞാൻ നിനക്ക് പറഞ്ഞു തന്നു. ഇത് മനസ്സിലാക്കുന്നവൻ ബുദ്ധിമാനും കർത്തവ്യം പൂർത്തിയാക്കിയവനുമായി മാറുന്നു. ഇന്നത്തെ ചിന്ത, ലൈഫ് ലെസൺ. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം തലകീഴായ ഒരു മരം പോലെയാണ്. ഇതിന്റെ ആകർഷണങ്ങളിൽ പണം, പ്രശസ്തി, ബന്ധങ്ങൾ നമ്മൾ എത്രത്തോളം ഒട്ടിപ്പിടിക്കുന്നുവോ അത്രത്തോളം നമ്മൾ ഇതിൽ കുടുങ്ങിപ്പോകും. ഭഗവാൻ പറയുന്നത്, ഇതിനോടൊന്നും അമിതമായ ആർത്തിയോ ഒട്ടലോ ഇല്ലാതെ ഒരു സാക്ഷിയെപ്പോലെ ജീവിക്കാൻ പഠിക്കുക, അസംഗശസ്ത്രം എന്നാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന വിശപ്പും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കുന്ന ശക്തിയും നമ്മുടെ ഓർമ്മയും ബുദ്ധിയുമെല്ലാം ആ ദൈവ ചൈതന്യത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഉള്ളിലെ അഹങ്കാരം ഇല്ലാതാവുകയും കൃതജ്ഞത നിറയുകയും ചെയ്യും. പ്രപഞ്ചത്തിന്റെ വലിയൊരു ചിത്രം അർജുനന് ലഭിച്ചു കഴിഞ്ഞു. ഇനി ഭഗവാൻ ഈ ലോകത്തിലെ മനുഷ്യരെ 2 കൂട്ടരായി തിരിച്ച് സംസാരിക്കാൻ പോവുകയാണ്. ദൈവിക സ്വഭാവമുള്ളവരും അസുര സ്വഭാവമുള്ളവരും. നമ്മുടെ ഉള്ളിലെ നന്മതിന്മകളെ തിരിച്ചറിയാനുള്ള ആ അറിവുമായി നാളെ നമ്മൾ 16-ാം ദിവസത്തിലേക്ക് കടക്കും. ദൈവാസുര സമ്പദ് വിഭാഗയോഗം. ഇന്നത്തെ പുരുഷോത്തമന്റെ കഥ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചോ? നാളത്തെ ഭാഗത്തിനായി തയ്യാറാണോ?